ഹായ്, ഞാൻ അനൂപ് നാരായണൻ, ഫസ്റ്റ് വേൾഡ് CEO. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 ഞാൻ ചെയ്തിരുന്ന വീഡിയോയ്ക്ക് കുറച്ച് കോമൻസും അതുപോലെ തന്നെ എനിക്ക് ഇൻബോക്സിലായിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയത്തിൻ്റെ ഇതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അതിനൊന്നും ആൻസർ ചെയ്യാനോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനോ പറ്റിയിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയണു എൻ്റെ വീഡിയോ കണ്ടതിനും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ അതൊക്കെ രേഖപ്പെടുത്തിയതിന് ആദ്യമേ നന്ദി. പിന്നെ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഒരു സമയം എടുത്തതിന് അപ്പോൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നതും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നതൊക്കെ ഞാനന്ന് ധരിച്ചിരുന്ന എൻ്റെ റൈബൻ സൺഗ്ലാസിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതല്ല, ഇത് വേറൊരെണ്ണമാണ്. അന്ന് ധരിച്ചിരുന്നത് ഒരു മാറ്റ് ഫിനിഷ്ഡാണ്, ഇത് ഗ്ലോസിയാണ്. ഓക്കെ, അപ്പോൾ ഇത് റൈബാൻ്റെ മെറ്റ സൺഗ്ലാസ് ആണ്. ഇതുകൊണ്ട് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാൻസി ആണ്, ഒരു AI സെറ്റപ്പാണ് ഇതിന്. ഫോട്ടോ എടുക്കാൻ നമുക്ക്, പിന്നെ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും അതുപോലെ ഇതിലൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, AI അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം നമ്മൾ നോക്കുന്നത് എന്തൊരു പ്രൊഡക്റ്റാണോ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഗ്ലാസ് അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും നമുക്ക്. അതുപോലെ എന്തിനെക്കുറിച്ച് ചോദിച്ചാലും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ഗൂഗിളിൽ എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുന്നത് അതേ സെയിം കാര്യങ്ങൾ നമ്മൾ ഹേ മെറ്റ എന്നും പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യും. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇതൊരു കുഴപ്പമില്ല, ഒരു ഫാൻസി ഐറ്റം. അത്യാവശ്യം എന്താ പറയുക, കംഫർട്ടബിളാണ്, ഉപയോഗിക്കാനും കംഫർട്ടബിളാണ്. ഓവർ പ്രൈസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് നിലവിൽ ഇപ്പോൾ 2 മാസത്തെ ഉപയോഗത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെയുള്ള ചോദ്യങ്ങൾ എന്താ പറയുക, എങ്ങനെ US വന്നു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും, ജോലിക്ക് വരാൻ പറ്റുമോ, അതുപോലെ ഗ്രീൻ കാർഡിന് എത്ര സമയം എടുക്കും, ഗ്രീൻ കാർഡിന് എത്ര പൈസ ചിലവാക്കണം, സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് എത്ര സമയം എടുക്കും, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രീൻ കാർഡോ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ജോബോ ചെയ്യുന്നൊരു കമ്പനിയല്ല. നമ്മൾ ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് അക്കാഡമിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള US പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തൊട്ട് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ വിസ കിട്ടി US വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള നിങ്ങൾക്കുള്ളൊരു അക്കോമഡേഷൻ ഫെസിലിറ്റി വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ സർവീസ്. അതുപോലെ നമ്മുടെ ഒരു അഡ്മിഷൻ തുടങ്ങി ഈ വിസ ഇൻ്റർവ്യൂ വരെയുള്ള അല്ലെങ്കിൽ വിസ കിട്ടുന്നവരുള്ളൊരു എത്ര സമയം എടുക്കും അതിന്, അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അത് എസ്പെഷ്യലി എന്താ പറയുക, നമ്മുടെ US കൗൺസിലേറ്റിൽ വിസ സ്ലോട്ടും ഇൻ്റർവ്യൂവിൻ്റെ സ്ലോട്ട്സൊക്കെ കിട്ടുന്നതിന് അനുസരിച്ചിരിക്കും അതിൻ്റെ. ഇപ്പം നോർമൽ കേസിൽ ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ ക്ലിയർ ചെയ്ത് നമ്മുടെ I-20 നമ്മുടെ കയ്യിൽ വരാനായിട്ട് നമുക്ക് 1 മാസം പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് I-20 വെച്ച് ഡേറ്റ് എടുക്കാനുള്ള സമയം. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡേറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അതല്ല നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം അഡ്മിഷൻ ടു വിസ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് ഒരു 90 ഡേയ്സ്, അതായത് 3 മാസത്തെങ്കിലും സമയമെടുക്കും. പിന്നെ ഡിപ്പെൻസ് ആണ്, ഇതൊക്കെ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ സ്റ്റുഡൻസ് ഡോക്യുമെൻ്റ് എന്താ പറയുക അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ ചിലപ്പോൾ ഡിലേ വരാം. ചിലപ്പോൾ അവരുടെ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് സമയമെടുത്തു എന്ന് വരാം. ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ എസ്പെഷ്യലി പെൺകുട്ടികൾക്കാണ് ആ പ്രശ്നങ്ങൾ. അവർ മാരീഡാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ഹസ്ബൻഡിൻ്റെ പേര് ചിലപ്പോൾ അവർക്ക് പാസ്പോർട്ടിലുണ്ടാവും, പക്ഷെ അവരുടെ ക്രെഡൻഷ്യൽസിൽ വേറെ ആയിരിക്കും വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അഫിഡവിറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്ത് ഓരോന്നോരോന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വന്ന് ഈ പ്രോസസ്സിലേക്ക് എത്തുന്ന സമയത്ത് അതാണ് ഞാൻ പറയണത്, ഒരു മാസം തൊട്ട്
3 മാസം വരെയുള്ള സമയം. അത് നോർമലാണ്. പക്ഷേ അത് ഡിപ്പെൻസ്, ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും സാഹചര്യം അനുസരിച്ച് അത് കൂടാം. എന്തായാലും ഒരു 3 മാസം എന്നുള്ളത് ഒരു 90 ഡേയ്സ് ഒരു കുറഞ്ഞ സമയം നമുക്കെടുക്കും. അതുപോലെ നമ്മുടെ അഡ്മിഷൻ ഗ്യാരണ്ടി ഉണ്ടോ? ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് മേടിച്ച് നമ്മൾ അത് നോക്കി അതിനെ വെരിഫൈ ചെയ്തതിന് ശേഷമേ നമ്മൾ യൂണിവേഴ്സിറ്റിയെ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ ഗ്യാരണ്ടി ഉണ്ട് അല്ലെങ്കിൽ കിട്ടുമെന്ന് നമുക്കാവുന്ന സമയത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് പിന്നെ റിജക്ഷൻ്റെ സാധ്യത നമുക്ക് പറയാം ഒരു 10% ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ സാധ്യത നമുക്ക് ഗ്യാരണ്ടി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് 100% യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പെൻസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ യൂണിവേഴ്സിറ്റി നമുക്ക് അത് അഡ്മിഷൻ അവിടെ ഇല്ല അല്ലെങ്കിൽ ആ സമയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ അത് അനലൈസ് ചെയ്ത് നമ്മളത് വെരിഫൈ ചെയ്ത് ഡോക്യുമെൻറ്റും എല്ലാം വെരിഫൈ ചെയ്ത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓക്കെയാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച്, അതായത് നിങ്ങളുടെ GPA, നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇതെല്ലാം നമ്മൾ നോക്കി അത് ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷമേ നമ്മൾ യൂണിവേഴ്സിറ്റിയായിട്ട് അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊരു 90% നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഉറപ്പാന്ന് പറയാം. അതുപോലെ ഒരു ചോദ്യമായിരുന്നു വിസ കിട്ടാനായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അതൊരു ഗ്യാരണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പോയി അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് ആൻസർ അങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കിട്ടുകയല്ല, അത് നമ്മൾ ആ ദിവസം വിസ ഇൻ്റർവ്യൂവിന് ആ വിസ ഓഫീസറെ അല്ലെങ്കിൽ ആ കൗൺസിലറെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ആവശ്യം പറഞ്ഞ് നമ്മൾ വിസ മേടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? അതിന് പ്രാക്ടീസ് ചെയ്യണം, അതിന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധ്യത കിട്ടാനുള്ളത് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റി, അതായത് പഠിക്കാൻ ട്യൂഷൻ ഫീ എന്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ട്യൂഷൻ ഫീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ്, ഇതിന് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോർമലായിട്ട് ഒരു റെഗുലർ പ്രോഗ്രാം, ഒരു മാസ്റ്റേഴ്സിനുള്ള അല്ലെങ്കിൽ എന്താ പറയുക അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ PhD ലെവലിലുള്ള ഒരു നമ്മൾ പറയില്ല ഏറ്റവും കുറഞ്ഞ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15,000, അതായത് ഒരു 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ US നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ആണ് നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോകാം. യൂണിവേഴ്സിറ്റികളുണ്ട് ആ റേഞ്ചിലുള്ളത്. ഇനിയിപ്പോൾ PhD ലെവലിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു 30 ലക്ഷം രൂപയുടെ എക്സ്പെൻസാണ് അതിന് വരുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് 4 വർഷമാണ്, മാസ്റ്റേഴ്സ് 2 വർഷമാണ്, PhD 3 വർഷം. അത് ഡിപ്പെൻസാണ് അഗെയിൻ, ലൈക്ക് നിങ്ങളുടെ തീസിസ് ഒക്കെ കംപ്ലീറ്റ് ആവുന്ന സമയമനുസരിച്ച് നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാം. ഇതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും കോഴ്സിന് ഫീസ് കുറഞ്ഞ പ്രോഗ്രാംസിൻ്റെത്. കൂടുതൽ നമുക്ക് എന്താ പറയുക യൂണിവേഴ്സിറ്റിയുടെ സൈസ്, യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൂടി പോകും. അതുപോലെ അഡ്മിഷൻ റിക്വയർമെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അപ്പോൾ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് IELTS നിർബന്ധമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ അഡ്മിഷനുള്ളതെന്ന്. അപ്പോൾ അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും റിക്വയർമെൻറ്റ് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ IELTS നിർബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമാണ്, നമുക്ക് വേറെ ഓപ്ഷനില്ല. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ നമുക്ക് എന്തുണ്ടാവും, അവർക്കതിൽ അത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വളരെ നിർബന്ധമാണ്, പക്ഷേ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന ആ റിക്വയർമെൻറ്റിനെ നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പോൾ
നമുക്ക് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ 99.9 അല്ലെങ്കിൽ എന്താ പറയുക 100% നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരം വെരി ക്ലിയർ, യെസ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഓപ്ഷൻ എന്നാണ് നമുക്കറിയേണ്ടത്. അതിന് പറയുന്നതാണ് CPT, കരിക്കുലർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിക്കുന്നത്, നമ്മുടെ പ്രോഗ്രാം എന്താണോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഏത് പ്രോഗ്രാമിനാണോ നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ജോബ് നമുക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ CPT എന്നുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മളൊരു എംപ്ലോയറെ കണ്ടെത്തണം. അവിടെ അവരുടെ അടുത്ത് നമ്മുടെ CPT ആണെന്നുള്ളത് പറയണം. അപ്പോൾ അവർ നമുക്ക് ഓഫർ ലെറ്റർ തരും. ആ ഓഫർ ലെറ്റർ കൊണ്ടുവന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്ത് അവർ നമുക്ക് ഒരു ടെമ്പററി CPT വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പാർട്ട് ടൈമായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നത്. ഇനി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ OPT എന്ന് പറയും, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇവിടെയാണ് നമുക്ക് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ മാറുന്നത്. ഒരു അവസരത്ത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ CPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് ഇപ്പോൾ 2 വർഷമാണെന്ന് വെച്ചാൽ 2 വർഷം നമ്മൾ പാർട്ട് ടൈമായിട്ട് നമ്മൾ എംപ്ലോയറിൽ ജോലി ചെയ്യാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരു എംപ്ലോയർ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, ഇല്ലേ? നമ്മളിപ്പോൾ CPT ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എംപ്ലോയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ എംപ്ലോയറിൽ തന്നെ നമുക്ക് OPT ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞു CPT എന്നുള്ളത് ഒരു പാർട്ട് ടൈം എന്ന് പറഞ്ഞു. OPT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോബ് ആണ് നമുക്ക്. അപ്പോൾ എന്താണ് പാർട്ട് ടൈം, ഫുൾ ടൈം ഒക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാൻ തോന്നുന്നു. എന്നാലും ഞാനൊന്ന് പറയാം. പാർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മണിക്കൂർ വരെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസിനും, ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ 40 മണിക്കൂർ. ഓക്കെ, അതിനാണ് ഈ ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്, അതിനാണ് CPT. OPT എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് OPT, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഓക്കെ, OPTയിൽ തന്നെ ഒരു വിഭാഗമാണ് STEM എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഈ പറയുന്ന പോലെ സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള STEM റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു STEM എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് another 2 year, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു OPT 1 year ആണ്, അതിൻ്റെ കൂടെ നമുക്ക് 2 വർഷം കൂടി അത് നീട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ഒരു 3 വർഷത്തെ വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടും. തുടർച്ചയായിട്ട് നമുക്ക് ആ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ നമ്മുടെ ടോട്ടൽ അക്കാഡമിക് ട്രാക്ക് നമ്മൾ പറയണത്. അപ്പോൾ ബിഗിനിങ്ങിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വിസ ഇൻ്റർവ്യൂവിന് പോകാനായിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യണം. അങ്ങനെ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിസ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് വിസ ഇൻ്റർവ്യൂവിന് പോവുക. വിസ ഇൻ്റർവ്യൂവിന് പോയി വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വരിക. യൂണിവേഴ്സിറ്റിയിൽ വന്ന് എൻറോൾ ചെയ്തതിന് സമയത്ത് ചെയ്തതിന് ശേഷം നമുക്ക് CPTക്ക് അപ്ലൈ ചെയ്യാം, ദ പാർട്ട് ടൈം വർക്ക് പെർമിറ്റ്. അപ്പോൾ അത് നമുക്ക് 20 മണിക്കൂർ വരെ ജോബ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കണ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് OPT, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫുൾ ടൈം ജോബ് ചെയ്യാനുള്ള അവസരം കിട്ടും. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം ഒരു STEM എക്സ്റ്റൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ, STEM നേരത്തെ പറഞ്ഞു സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ് ആൻഡ് മാത്സ്. അപ്പോൾ STEM STEM റിലേറ്റഡുള്ളൊരു പ്രോഗ്രാം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് OPT നമുക്ക് 2 വർഷം കൂടി നീട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് 3 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമിക് ട്രാക്ക്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ അക്കാഡമിക് പ്രോസസ്സിൻ്റെ എല്ലാ റൂട്ടിലും നമ്മൾ ഓൾറെഡി പോയി കഴിഞ്ഞെന്ന് തോന്നുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനിയും സംശയങ്ങളുണ്ട്, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജുകളായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അയച്ചു കഴിഞ്ഞാൽ സമയം പോലെ അതിന് റെസ്പോണ്ട് ചെയ്യാം. അതുകൂടാണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യയിൽ ഓഫീസുണ്ട്. അത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് ലൊക്കേറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ കണ്ടതിനും നന്ദി പറയണു. അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നിങ്ങളുടേതായി മാറട്ടെ. താങ്ക് യു.